ഹായ് ഹലോ പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിഷയമൊന്നുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ടത് തന്നെ. എപ്പോഴാണ് നമ്മുടെ വീഡിയോസ് ഇടാനുള്ള നല്ല സമയം, എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യൂസ് വരുന്നത്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയുടെ ഓരോ ചാനലിലും അവരുടെ അൽഗോരിതങ്ങൾ മാറിയും മറിഞ്ഞും കിടക്കും എന്നുള്ളതാണ്. എല്ലാ കണ്ടന്റുകൾക്കും ഒരേപോലെ ആയില്ല റീച്ച് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഗൾഫിലുള്ളവർക്കൊക്കെ ഉള്ള വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഗൾഫ് മലയാളീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, സത്യം പറഞ്ഞാൽ അവർക്ക് ഒഴിവുള്ള സമയത്തായിരിക്കണം നമ്മൾ വീഡിയോസ് ഇടേണ്ടത് എന്നുള്ളതാണ്. നമ്മളോട് ഒരു സാധാരണ ഒരു കുക്കിംഗ് വീഡിയോസ്, ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾ വീഡിയോസ് ഇടാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാതെ തന്നെ മറുപടി പറയും, ഒരു 2.5 മണിക്ക് ഇട്ടോളൂ. കാരണം 2.5 മണിക്ക് എല്ലാ വീട്ടമ്മമാരുടെ പണിയൊക്കെ കഴിഞ്ഞു ഒരു 3 മണി ആകുമ്പോഴേക്കും അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. അതുകൊണ്ട് ആ സമയത്ത് ഇട്ടോളൂ എന്നാണ് അധിക പേരും പറയാറ്. ഇനി യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് എന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം YT സ്റ്റുഡിയോയിൽ പോവുക, അനലറ്റിക്സ് എടുക്കുക. അനലറ്റിക്സ് എടുത്തതിന് ശേഷം ഓഡിയൻസ് എന്നുള്ള ആ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും ഒരുപാട് കാര്യങ്ങളും യൂട്യൂബിൽ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 2025 വന്നു. ഇനി 2025 വന്നു. യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്ന സമയം എപ്പോഴാണ് എന്നുള്ളതാണ്. മാക്സിമം നിങ്ങൾ ഒരു 8 മണി എന്ന് തന്നെ വിചാരിച്ചോളൂ. 8 മണിയാണെന്നുള്ളത്. അപ്പൊ അതിനർത്ഥം നമ്മൾ 8 മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടണം എന്നതാണ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഏത് യൂട്യൂബറോട് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. ഏറ്റവും നല്ല സമയം 8 മണിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഏറ്റവും നല്ല സമയം 3 മണിയാണ്, അപ്പോൾ എങ്കിൽ 3 മണിക്ക് ഇട്ടോളൂ എന്നുള്ളതായിരിക്കും. അങ്ങനെയല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. യൂട്യൂബ് തന്നെ നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല. 8 മണിക്കാണ് നിങ്ങളുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതെങ്കിൽ 5 മണിക്കൂർ മുന്നേ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ് യൂട്യൂബ് പറയുന്നത്. ഈ ഒരു കാര്യം ആരും പറഞ്ഞതായി ഞാൻ അങ്ങനെ കേട്ടില്ല. പക്ഷെ അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള. അതായത് യൂട്യൂബിന്റെ ഒരു പീക്ക് ലെവൽ അവസാനിക്കുന്നത് തൊട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതിന്റെ ഒരു പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും കുറച്ച് ആളുകൾ കാണാനുണ്ടാവും. അവർ ആ വീഡിയോസ് അവർ കണ്ടതിന്റെ ആ ഒരു പ്രതിഫലനം 1x16 എന്നുള്ള കണക്കിൽ അത് അങ്ങോട്ട് സ്പ്രെഡ് ആവുകയാണ്. ഈ സ്പ്രെഡ് ആവാനുള്ള സമയവും ആ ഒരു യൂട്യൂബിന്റെ സെറ്റിംഗ്സിനൊക്കെ വേണ്ടിയിട്ടാണ് 5 hours എന്ന് പറഞ്ഞിട്ടുള്ളത്. 5 മണിക്കൂർ എന്നാണ്. അങ്ങനെയാണ് യൂട്യൂബ് ഇതിനെ കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സമയം 8 മണിയാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഇടേണ്ടത് 3 മണിക്കാണ്. ഉച്ചക്ക് 3 മണിക്കാണ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പലരും വളരെ കഷ്ടപ്പെട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു, അനലറ്റിക്സ് എടുക്കുന്നു, നിങ്ങളുടെ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് കണ്ടെത്തുന്നു, നിങ്ങളെ വീഡിയോസ് ഇടേണ്ടത്. എന്നിട്ട് ആ സമയത്ത് അവർ ഇരുന്ന് വീഡിയോസ് ഇടുന്നു. അങ്ങനെയല്ല പ്രിയ പ്രേക്ഷകരെ, 5 മണിക്കൂർ മുന്നെയാണ് നിങ്ങൾ വീഡിയോസ് ഇടേണ്ടത് എന്നുള്ളതാണ്. കാരണം അതായത് 8 മണിക്ക് കാണേണ്ടവർ 3 മണിക്ക് വീഡിയോസ് ഇട്ടാൽ മാത്രമേ അവരിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ സ്പ്രെഡായി ആ സമയത്ത് എത്തൂ എന്നുള്ളതാണ്. അതായത് യൂട്യൂബ് തന്നെ പറയുന്നു നിങ്ങളുടെ പീക്ക് ലെവൽ അത് കഴിഞ്ഞ് 5 മണിക്കൂർ ആവണം എന്നുള്ളതാണ്. 5 hours നിങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ യൂട്യൂബിൽ ഈ സമയത്ത് നമ്മൾ കണ്ടന്റ് ഇടണം എന്നൊന്നുമില്ല. നമ്മുടെ ചാനൽ അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അർദ്ധരാത്രി 12 മണിക്ക് കണ്ടന്റ് ഇട്ടാലും ആ സമയത്തുള്ളവർ കാണും. അത് കഴിഞ്ഞ് നേരം വെളുക്കുന്ന സമയത്ത് എത്ര പേർക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടോ അവരെല്ലാം, നോട്ടിഫിക്കേഷൻ പോയവരൊക്കെ തുറന്ന് കാണുന്നുണ്ടോ അതിനനുസരിച്ച് വീഡിയോ കയറും. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. പലർക്കും പലതരത്തിലാണ് വീഡിയോസ് ഇടേണ്ട സമയം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കണ്ടന്റിനനുസരിച്ച് ആണ് അവരുടെ സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ളവർക്ക് ആഴ്ചയിൽ 2 ദിവസം നല്ല വീഡിയോ, അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഫ്രൈഡേ ഈവനിങ് തൊട്ട് അങ്ങോട്ട് സ്റ്റാർട്ടാവും. സാറ്റർഡേ സൺഡേ എന്നുള്ളതാണ്. അതിൽ സാറ്റർഡേ ഈവനിങ് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇടണം. ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇടണം എന്നുള്ളതാണ്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ ആളുകൾ റിലീഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞായറാഴ്ച ലീവ് ആണെന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ടായിരിക്കും. അപ്പോൾ അവർ മൊബൈലൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടു
കാണും. നിങ്ങൾ വിചാരിക്കുമ്പോൾ സൺഡേ അല്ലേ, സൺഡേ ഓക്കെ, സൺഡേ നമുക്ക് എല്ലാവർക്കും ലീവ് അല്ലേ, അന്നത്തെ ദിവസം വീഡിയോസ് ഇട്ട് കളയാം എന്നുള്ളത്. സൺഡേ എല്ലാവർക്കും ബിസി ആയിരിക്കും എന്നുള്ളതാണ്. ഈ കല്യാണങ്ങളും കാര്യങ്ങളും ഓട്ടങ്ങളും ഈ അന്നത്തെ ദിവസം 8 മണി 7 മണിക്കൊക്കെ എല്ലാവരും ക്ഷീണിച്ചിട്ടായിരിക്കും. ഒരുപക്ഷെ കല്യാണമുള്ളവർ അത്രയും ബിരിയാണിയോ അല്ലെങ്കിൽ ഫുഡോ സദ്യയോ ഒക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ നന്നായിട്ട് ഉറക്കം വന്ന് കിടന്നുറങ്ങുന്നവരായിരിക്കും. അപ്പൊ ശനിയാഴ്ച രാത്രി നല്ലൊരു സമയമാണെന്നുള്ളതാണ്. ഇത് പലർക്കും പല സമയത്താണ്. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫുകാർക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ആണെന്നെങ്കിൽ, ഗൾഫുകാർക്ക് സൺഡേ ലീവ് അല്ല, അവർക്ക് ഫ്രൈഡേ ആണ് ലീവ്. അപ്പൊ വ്യാഴാഴ്ച രാത്രി ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ എൻഗേജ് ആവുന്നത്. അങ്ങനെ ഓരോരോ ഇതിന് യൂട്യൂബ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതായത് പല സ്ഥലത്ത് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന നഴ്സുമാർക്ക് വേണ്ടി നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടോ, അപ്പൊ അവരുടെ സമയം ഈ സമയം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരുടെ സമയം ഇങ്ങനെയാണ്, ഈ സമയത്താണ് വീഡിയോസ് ഇടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമയം കണ്ടെത്തേണ്ടത്, നിങ്ങൾക്ക് അവിടെ സമയം കണ്ടെത്താം, ആ സമയം കണ്ടെത്തി ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത്. അതിനേക്കാൾ 5 മണിക്കൂർ മുന്നേ, ഇതൊരു അണ്ടർലൈൻ വെച്ച് വരച്ച് ഒന്നുകൂടെ കേൾക്കുക, 5 മണിക്കൂർ മുന്നെയാണ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബിന്റെ എന്താ പറയാ ഒരു വീഡിയോയെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു കാര്യങ്ങളായിരിക്കണം മെയിൻ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവേണ്ടത്, കണ്ടന്റിൽ ഉണ്ടാവേണ്ടത്. ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് സമയവും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ 7 കാര്യങ്ങൾ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, നമ്മുടെ വീഡിയോസ് എത്ര സമയം കാണുന്നു എന്നുള്ളത്. 2, നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. 3, നമ്മുടെ വ്യൂവേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. 4, നമ്മൾ എടുക്കുന്ന സബ്ജക്ട്. 5 എന്ന് പറയുന്നത് നമ്മുടെ CTR. 6 എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഗുണനിലവാരം. 7 എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ മെറ്റഡാറ്റ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം ഒത്തുചേരുമ്പോഴാണ് വീഡിയോസ് കറക്റ്റ് ആയിട്ട് കയറുന്നത് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ കണ്ടന്റ് സ്ട്രെങ്ത് ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. കണ്ടന്റ് സ്ട്രെങ്ത് വേണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് കണ്ടന്റ് സ്ട്രെങ്ത്തിൽ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണത്, കണ്ടന്റ് നല്ലതായിരിക്കണം എന്നുള്ളതാണ്. കണ്ടന്റ് നല്ലത് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണ്, പക്ഷെ ജനങ്ങൾക്ക് അതിലെ വിഷയങ്ങൾ നല്ലതായിരിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ 4ാമത്തെ പോയിന്റ് അതായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ വിഷയം നല്ലതാവും, പക്ഷെ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഈ 7 ഘടകങ്ങളും കൂടി ചേരണം എന്നും കാര്യങ്ങളും നമ്മുടെ ഈ സമയവും എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് യൂട്യൂബിന്റെ ഒരു അൽഗോരിതമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ സ്വാഭാവികമായിട്ടും ആര് ചോദിച്ചാലും നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഇടുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, നമ്മുടെ വ്യൂസുമായിട്ടോ സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ള ഒരു റിലേഷൻ അത് കറക്റ്റ് ആയിരിക്കുക. ഡ്യൂറേഷൻ, അതായത് വീഡിയോ കാണുന്നതിന്റെ ഡ്യൂറേഷൻ ഇത്ര സമയം നമ്മൾ അവരെ എൻഗേജ് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഘടകങ്ങൾ തീർച്ചയായിട്ടും. പിന്നെ ഒപ്പം ഓരോരോ കണ്ടന്റിനും ഓരോരോ സമയമാണ് എന്നുള്ളതാണ്. പിന്നെ എന്റെ ഈ ടെക് ചാനൽ പിന്നെ പല ചാനലുകൾക്കും പല സ്വഭാവമായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കാണാൻ പറ്റും. പിന്നെ ഒരു ടെക് ചാനലൊക്കെ തുടങ്ങുന്നവനൊക്കെ ഇഴഞ്ഞ് പോകുന്നത്, എന്റെ വീഡിയോസ് കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ അത്രേ ഉണ്ടാവുള്ളൂ. കാരണം യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിക്ക് ഞാൻ മതിയാകും. അതും അത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാകുമ്പോൾ. നേരെ മറിച്ച് എന്റർടൈൻമെന്റ് ചാനലിലാണെങ്കിൽ അങ്ങനെയല്ല. എന്റർടൈൻമെന്റ് ചാനലിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും, എല്ലാവരും കാണും. ഒരുപക്ഷെ ഈ കണ്ടത് തന്നെ 2 പ്രാവശ്യം കാണുകയൊക്കെ ചെയ്യും. അപ്പൊ ആവശ്യകതയാണ് അവിടെ ഇതാക്കുന്നത്. ഇത് തന്നെയാണ് ഒരു കുക്കിംഗ്, ഏറ്റവും ലോ ലെവലിലുള്ള കുക്കിംഗ് വീഡിയോസിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ അതിന്റെ ആവശ്യക്കാരനുസരിച്ചിട്ടാണ് ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരും ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നവരും പിന്നെ എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും പൊളിറ്റിക്സ് ചെയ്യുന്നവരും ടെക്കുകൾ ചെയ്യുന്നവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ് എന്റർടൈൻമെന്റ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതെല്ലാവരും കാണും. അപ്പൊ ഓരോ കണ്ടന്റിനും ഓരോ ഇതുണ്ട്. ഇപ്പൊ പലപ്പോഴും നമ്മളോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്നിട്ട് ചേട്ടനിക്ക് എന്താണ് ആകെ 2300 സബ്ബല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താ വ്യൂസ് ഇല്ലല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതായത് സത്യം മനസ്സിലാക്കുക. പക്ഷെ എനിക്ക് മോണിറ്റൈസേഷൻ ആയി എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഇങ്ങനെ വീഡിയോസിലൊക്കെ വന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എന്ന് മോണിറ്റൈസേഷൻ ആവാന്നുള്ളത്. ഞാൻ അവരോട് പറഞ്ഞിരുന്നു 45 കണ്ടന്റ് മാക്സിമം എന്നുള്ളത്. ഒരു 38 കണ്ടന്റ് ആകുമ്പോഴേക്കും എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്വാളിറ്റി ആണ് അവിടെ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ആവശ്യമുള്ള കുറച്ച് വീഡിയോസ് അതിലുണ്ടായിരുന്നു നിങ്ങൾക്ക്. അതാണ് അപ്പൊ അങ്ങനെയുള്ള 1-2 വീഡിയോസ് ചെറിയതായി വൈറൽ ആയപ്പോൾ സ്വാഭാവികമായിട്ടും ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്നുള്ളതാണ്.
പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോസിന്റെ സമയങ്ങൾ. നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ എങ്ങനെ അറിയാം എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു, എവിടെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. ആ സമയത്തിന്റെ 5 മണിക്കൂർ മുന്നേ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് അധികം യൂട്യൂബേഴ്സ് ഒന്നും പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്, അല്ലാതെ പറഞ്ഞവരുണ്ടാകാം, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം നിങ്ങളെ മൈൻഡിൽ വെക്കുക. കഴിഞ്ഞ വീഡിയോസ് നമ്മുടെ വാച്ചിങ് അവർ നോക്കുന്ന ആ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും വാച്ചിങ് അവർ നോക്കേണ്ടത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. YT സ്റ്റുഡിയോയിൽ പോയി ഏൺസ് എന്ന ഭാഗം എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന അവിടെ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ഫ്രണ്ടിൽ കാണുന്ന ആ അനലറ്റിക്സിൽ അവിടെയല്ല. അവിടെ നിങ്ങൾ കാണുന്നത് വാച്ചിങ് അവർ എന്നുള്ള സെക്കൻഡ്സിലാക്കി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അത് പിന്നെ നിങ്ങളുടെ ഷോർട്സിന്റെയും മെയിൻ വീഡിയോസിന്റെയും എല്ലാം കൂടെ സമയം മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണിക്കൂറുകളാണ് എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒരുപാട് യൂട്യൂബിന്റെ അപ്ഡേറ്റ്സുകൾ വന്നു, മറ്റത് വന്നു, മറിച്ചത് വന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അത്രയൊന്നും ഞാൻ ഒന്നുമില്ല. അപ്പൊ എന്റെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പുതിയതായി വന്ന കുറെ അപ്ഡേറ്റ്സുകളും നമ്മളെ ഭയപ്പെടുത്തിയ കാര്യങ്ങളും എന്തെല്ലാം എന്നുള്ളതാണ്, അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ്. അപ്പൊ ആ പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും കാണും വരേക്കും ബൈ.